ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് വീണ്ടും ഈ ഒരു ശുപാർശ സർക്കാരിൻ്റെ ഈ ഒരു നീക്കം വീണ്ടും ഒരു ഗവർണർ സർക്കാർ പോരിന് വഴിവെക്കുമോ ആർ ശ്രീജിത്ത്? ശ്രീജിത്ത്, ഗവർണർ സർക്കാരിൻ്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ എന്നാണ് നമ്മുടെ ചട്ടം. അതനുസരിച്ച് സർക്കാർ നയപരമായി കൈക്കൊള്ളുന്ന തീരുമാനത്തെ അനുസരിക്കാൻ അതിൽ തുല്യം ചേർത്താനുള്ള ബാധ്യത ഗവർണർക്കുണ്ട്. എന്നാൽ അത് നിയമപരമായ കാര്യങ്ങളുടെയോ അല്ലെങ്കിൽ ഭരണഘടനാപരമായ കാര്യങ്ങളുടെ ലംഘനമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ ഗവർണർക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും അഭിപ്രായം പറയുകയുമൊക്കെ ചെയ്യാം. എന്നാൽ സർക്കാർ നയപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹത്തിന് അത് പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷി വകുപ്പിൻ്റെ ഫയലിൽ ഇത്തരമൊരു ഉപദേശം ഗവർണർക്ക് മന്ത്രിസഭ ആലോചിച്ചെടുത്ത് നൽകുന്നത് ഉചിതമായിരിക്കും. ഭാവിയിൽ ഇത്തരം പരിപാടികളിൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത്തരം ഒരു ഉപദേശം നൽകുന്നത് ഉചിതമായിരിക്കുമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചത്. അതായത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം അത് നേരത്തെ AR റഹീം സൂചിപ്പിച്ച പോലെ അത് ഈ RSSൻ്റെ ശാഖകളിലും മറ്റും ഉപയോഗിക്കുന്ന ചിത്രമാണെന്ന രാഷ്ട്രീയ വിമർശനം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് പരിസ്ഥിതി ആഘോഷ ചടങ്ങിൽ ഗവർണർ രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് മന്ത്രി P. പ്രസാദ് പിന്മാറുകയും ആ പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റുകയും ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിന് നിശ്ചയിക്കപ്പെട്ടുള്ള രീതിക്ക് വിരുദ്ധമായിട്ടുള്ള ബിംബങ്ങളും ചിത്രങ്ങളും സർക്കാർ പരിപാടികൾ ഉപയോഗിക്കുന്നത് തടയേണ്ടത് ഭാവിയിൽ വിവാദങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നു. അക്കാര്യത്തിൽ പൊതുഭരണ പൊളിറ്റിക്കൽ വിഭാഗം, അതായത് പ്രോട്ടോകോൾ വിഭാഗമാണ് ഇത്തരം സർക്കാർ പരിപാടികൾ നടത്തിപ്പ് സംബന്ധിച്ച് അന്തിമമായ കാര്യങ്ങൾ നിർദ്ദേശം നൽകേണ്ട വിഭാഗം. ആ വകുപ്പ് അതിന് ചുമതലപ്പെട്ട വിഭാഗം അതാണ് പൊതുഭരണ പൊളിറ്റിക്കൽ വിഭാഗമാണ്. ഒപ്പം തന്നെ ശരി, ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതൊരു മന്ത്രിസഭാ തീരുമാനം എന്നുള്ള നിലയിൽ സർക്കാരിനെ അറിയിക്കാനുള്ള നീക്കമാണ്, ഗവർണറെ അറിയിക്കാനുള്ള നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കൃഷി വകുപ്പിൻ്റെ റിപ്പോർട്ട് അടങ്ങിയ ഫയലിലാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് ഒരു മന്ത്രിസഭയുടെ തീരുമാനം എന്നുള്ള നിലയിൽ ഈ ഔദ്യോഗിക പരിപാടികളിൽ നിശ്ചയിക്കപ്പെട്ട രീതിക്ക് ഭിന്നമായ ബിംബങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശ രാജ്ഭവന് നൽകാനാണ്, ഗവർണർക്ക് നൽകാനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ആർ ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.